You're watching the brand new episode of Oh My God, and in this episode, നിങ്ങൾ കാണുന്നത് ഒരുമാതിരി കലക്കൻ വോക്കിംഗ് ആയിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അത് സ്റ്റാർട്ടിങ് എൻട്രോ പറയല്ലോ പോട്ടെ. നല്ലൊരു പുതിയ 2017 നമ്മൾ കലക്കൻ പരിപാടികൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പണിക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. കൂടെ എൻ്റെ ഒപ്പം എൻ്റെ അസിസ്റ്റൻസ് ആയ പൂജിതയും ലാലുച്ചാനുമാണ് ഉള്ളത്. അതെ സർ, അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, എന്താണ് ലാലുച്ച ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറെയാണ് നമ്മൾ പണി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എല്ലാം വഴിയെ കാണാം. റിച്ചാർഡ് എന്നാണ് ആളുടെ പേര്. ആള് പ്രൊഡ്യൂസർ പറഞ്ഞതനുസരിച്ച് നമ്മൾ അപ്പുറത്തെ ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മനോഹരമായ റിസോർട്ടിലാണ്. ആൻഡ് ചില്ലറക്കാരനല്ല, ഹീസ് എ ഷോർട്ട് ഫിലിം ഡയറക്ടർ. ഹീസ് ഓൾറെഡി ഡയറക്ടഡ് 3 movies ആൻഡ് ഇപ്പോൾ ഡയറക്ട് ചെയ്യാൻ പോകുന്നത് 4th മൂവിയാണ്. മാത്രമല്ല ഞാനും പൂജ ആദ്യമേ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം കൂടാണ്. അതെ അതെ. So stay tuned, lots more fun coming up. ഹലോ, ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. സോ വെൽക്കം ടു ദ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. ഇന്ന് എന്നോടൊപ്പം കൗമുദി ടിവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഷോയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. എന്നോടൊപ്പം നമ്മുടെ ഡ്രാമ ആർട്ടിസ്റ്റും തിയേറ്റർ ഡയറക്ടറും ആയിട്ടുള്ള നമ്മുടെ സാറ് ഒപ്പം ഉണ്ട്. സാറിനെ ഞാൻ സാറെന്നാണ് വിളിക്കുന്നത് കേട്ടോ, പേര് പറയുന്നില്ല. പേര് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ അറിയായിരിക്കും. ടി വിയിലൊക്കെ ആഡുകളിലൊക്കെ ഒരുപാട് ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എറണാകുളം ഓഡീഷൻ്റെ ഫസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. റിച്ചാർഡാണ് വന്നിരിക്കുന്നത്. എഴുപുന്ന എന്ന് പറയുന്ന മനോഹരമായ സ്ഥലമാണ്. എഴുപുന്ന എന്നുള്ള കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ഹിം. റിച്ചാർഡ്, നമസ്കാരം. റിച്ചാർഡ്, എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. റിച്ചാർഡ്, എഴുപുന്ന ഇവിടെ വരെ വന്നതും സിനിമയുടെ ആവേശം കൊണ്ടായിരിക്കുമല്ലോ അല്ലേ? ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഷൂട്ടിനപ്പുറം സിനിമയെ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റുക എന്നുള്ളൊരു ആവേശമായിരിക്കുമല്ലോ അല്ലേ? എങ്ങനെയാണ് ഷോർട്ട് ഫിലിം എടുത്തത്, അല്ലെങ്കിൽ എന്തായിരുന്നു കൺസെപ്റ്റ്, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്ത ആദ്യം 2-3 സുഹൃത്തുക്കളൊപ്പം ചെയ്തിരുന്നു 2 ഷോർട്ട് ഫിലിം. പിന്നെയാണ് നമുക്ക് ഒരെണ്ണം ഒറ്റയ്ക്ക് ചെയ്യാം. അസിസ്റ്റന്റ് ആയിരുന്നു കൂടെ നമ്മൾ ഫ്രണ്ട്സ് തന്നെ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്ന ഇതിന് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരെണ്ണം ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരെണ്ണം കഥ തന്നെ എഴുതി ഒരെണ്ണം ചെയ്താണ്. നമ്മൾ സ്വന്തമായിട്ട് എഴുതിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് ചെയ്തിരിക്കുന്നത് നോർമലി നമ്മൾ കണ്ടുപരിചരിക്കുന്ന കൺസെപ്റ്റ്, ഇപ്പം അച്ഛൻ, അമ്മ, മകൾ, മകൻ, അല്ലെ ലവേഴ്സിന്റെ കോൺവെർസേഷൻ മാറ്റി ഒരു എന്താ പറയുക, ഒരു എന്താണ് അതിനകത്ത് ഒരു കൺസെപ്റ്റ് എങ്കിലും ഒരു പേടിപ്പിക്കുന്നതായിരിക്കും അല്ലേ സിനിമ? അതെ, പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്, കോൺസെപ്റ്റാണ്. ഒരു ഹൊറർ ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. ബഡ്ജറ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് സ്വരൂപിച്ചത്? എങ്ങനെയാണ്? പ്രൊഡ്യൂസർ നമ്മൾ ഒരാളുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ സുഹൃത്തുക്കൾ നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരും കൂടി നമ്മൾ ഷെയർ ഇട്ട് തന്നെ ചെയ്യുകയാണ്. ആദ്യമേ തന്നെ പറയാം, നമ്മൾ ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഒരു ഗുണം ഉണ്ടാകും. നമുക്ക് അങ്ങനെ ഒരു പ്രയോജനം ഉദ്ദേശം തന്നെ ആദ്യമേ പറയണം, ഫിനാൻഷ്യലി നമുക്ക് ഒരു ഗുണം ഉണ്ടാകും. ഇത് കണ്ട അപ്രീസിയേഷൻ കിട്ടിയാൽ നമ്മളെ നോട്ട് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ തരുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ചിലപ്പോൾ വന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് പറയാണ്, ഞങ്ങളുടെ ചാനൽ ടെലിവിഷൻ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിൽ നല്ല കഥയും കഥാപാത്രങ്ങളും ഒക്കെ തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നല്ലൊരു സംവിധായകനെ തേടുന്നതാണ് ഈ ഷോൻ്റെ പ്രത്യേകത. ഇതിൻ്റെ റിയാലിറ്റി ഷോയുടെ ഫൈനലിൽ വരുന്ന അദ്ദേഹത്തിന് ആ സബ്ജക്റ്റ് ഞങ്ങൾ കൈമാറുകയും അതിൻ്റെ പ്രൊഡ്യൂസറെ ഞങ്ങൾ കൈമാറുകയും ചെയ്യും. അതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും ഷോക്കായിട്ടിരിക്കുന്നത്. വലിയൊരു സിനിമയിലേക്ക് വേണം. നിങ്ങളുടെ ഷോർട്ട് ഫിലിം വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സിനിമയിലേക്ക് ഞങ്ങളൊരു പുതിയ സംവിധായകനെ തേടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന, എനിക്ക് പ്രൊഡ്യൂസർ അനുവദിച്ചിരിക്കുന്ന ഒരു റോൾ അനുസരിച്ച് ഇതൊരു ഔട്ട്ഡോർ ഫ്രെയിമാണ്. നിങ്ങൾക്കൊരു HD ഡെഫിനിഷൻ ക്യാമറയും ആ ഒരു ക്യാമറാമാനെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്കൊരു സബ്ജക്റ്റ് അത് സാർ അനുസരിച്ചായിരിക്കും. സാർ ഇത് ക്രിയേറ്റ് ചെയ്യാനൊരു സിറ്റുവേഷൻ തരും. മാത്രമല്ല ഈ ബേസിക് സിറ്റുവേഷനെ നിങ്ങളൊപ്പം നായികയായിട്ട് അഭിനയിക്കുന്നത് മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റ് കൂടെ ആയിരിക്കും, ഒരു ആക്ട്രസ് കൂടെ ആയിരിക്കും. ഇത്രയും ഓഫേഴ്സാണ് ഔട്ട്ഡോർ സെക്ഷനിൽ വന്നത്. ഇതൊക്കെ വരുമ്പോൾ അറിയത്തില്ലായിരിക്കും അല്ലേ? ഒരു സബ്ജക്റ്റ് എന്താണെന്ന് സാറ് പറയും. നമ്മളുടെ ലൊക്കേഷൻ അനുവദിച്ചിരിക്കുന്ന ഇത്രയും ഒരു ഫ്രെയിമാണ്. നിങ്ങൾക്കൊരു ക്യാമറാമാൻ നമ്മളുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യും. എഡിറ്റിംഗ് സെക്ഷൻസും ഒക്കെ നമുക്കത് പിന്നെ ചെയ്യുന്ന, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ പിന്നെയാണ്. എങ്കിലും അതിൻ്റെ ഒരു വിലയിരുത്തൽ നമ്മൾ വ്യൂ ഫൈൻഡറിൽ കൂടെ വിലയിരുത്തും. അതായത് നിങ്ങളുടെ ഫ്രെയിമിങ്, നിങ്ങൾ എങ്ങനെയാണ് കഥാപാത്രങ്ങളും കഥയും. 2 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. മെയിൽ വേണേൽ ഞാൻ ചെയ്യാം അല്ലേ? ഓക്കെ. ഫീമെയിലായിട്ട് മലയാള ആക്ട്രസ് പൂജിത മേനോനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും ഈ ഫ്രെയിമിൽ വരും. ബാക്കിയൊക്കെ സാർ ഡീറ്റെയിലും. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്കളുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്കും ഭാഗ്യം കിട്ടിയതിൽ ഞാൻ നന്ദി പറയുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. സ്റ്റേ ട്യൂൺ. ഇതാണ് നമ്മുടെ ഇന്നത്തെ നമുക്ക് തന്നിട്ടുള്ള ഡയറക്ടർ അല്ലേ? ഇന്നത്തെ സംഭവത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന തീമിന് നിങ്ങൾ ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടർ ഇദ്ദേഹമായിരിക്കും. എൻ്റെ പേര് റിച്ചാർഡ്. ഭാവിയിൽ ഒരു വലിയ ഡയറക്ടർ ആവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളൊരു സിറ്റുവേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വരുന്ന സിറ്റുവേഷൻ ഇതാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, റിച്ചാർഡ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തരുന്ന സിറ്റുവേഷൻ ഒരു നമ്മുടെ ഒരു വർക്കിൻ്റെ ഒരു ക്ലൈമാക്സ് സീനാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 പേര്, നായകനും നായികയും. ഇപ്പോൾ നായകനും ഇവർ 2 പേരുമായിട്ട് വളരെ കാലത്തെ ഒരു പ്രണയമുണ്ടായിരുന്നു. അപ്പോൾ പ്രണയത്തിനൊടുവിൽ നായിക ഗർഭിണിയാണ്, പ്രഗ്നൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഫീല്
അപ്പോൾ അത് നായകനുമായിട്ട് അവർ പങ്കുവയ്ക്കുകയാണ്. ഇങ്ങനെ നായകൻ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. പെൺകുട്ടി അവളുടെ പ്രശ്നങ്ങൾ അവൾ ഷെയർ ചെയ്യുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലൈമാക്സ്. ഇവിടെ എന്ത് ഡിസിഷൻ എടുക്കാം. ഒന്ന്, ഇതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിൽ ആ സീന് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ആ സാധനം നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് സിറ്റുവേഷൻ മനസ്സിലായല്ലോ. ഒരു ക്ലൈമാക്സ് ആണ്. ഇത് വളരെ വ്യക്തമായിട്ടാണ് ഈ സംഭവം നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഡയലോഗ് മാത്രമാക്കുക. നായകൻ എങ്ങനെ വരണം, നായിക എങ്ങനെ വരണം, അവരെങ്ങനെയാണ് അതിന് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഈ ഡയലോഗ്സൊക്കെ എങ്ങനെ പറയണം എന്നുള്ളത് മാത്രമാണ് നിങ്ങളിവിടെ കുറിക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്തൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടെ നമ്മളിതിനകത്ത് തെളിയിക്കപ്പെടുകയാണ്. നമുക്കിത് ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങളെ സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ബോർഡ് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം അദ്ദേഹത്തിനെ കൊടുത്തു കഴിഞ്ഞു. ഇനി അദ്ദേഹം നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നോളൂ, എഴുതി തുടങ്ങുകയാണ് അദ്ദേഹം. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. യു ആർ വാച്ചിങ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കൗമുദി TV. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സാർ, ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. നമ്മളുടെ ചാനൽ പ്രത്യേകിച്ച് ഒരു മുഖവരുടെ ആവശ്യമില്ല. നമ്മളെ ചാനൽ ഒരുവിധം പ്രോഗ്രാംസ് ആങ്കർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കടവ് എന്ന ലേറ്റസ്റ്റ് ഫ്ലിക്കിൻ്റെ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം പൂജിത മേനോൻ. ഹായ് പൂജു. ഹായ്. നമ്മൾ കൊടുത്താണ്, ഒരു തമാശയ്ക്ക് ചെയ്താണ്. അപ്പോൾ ബാക്ക് ടു ബിസിനസ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിച്ചാർഡാണ്. റിച്ചാർഡിന് ഒരു സബ്ജക്റ്റ് സാറ് കൊടുത്തിരിക്കുന്നത്. സാർ, എന്താണ് ആ സബ്ജക്റ്റ്? ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കാമുകി അവർ വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ്. പ്രണയത്തിനൊടുവിൽ ഇപ്പോൾ കാമുകി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നുള്ള നിലയിലാണ് നായകൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണം, ആ ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് എഴുതാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം എങ്ങനെ എഴുതി എന്നുള്ളതാണ്. ഈ പ്രഗ്നന്റ് ആയ കാമുകി എന്ന് പറയുമ്പോൾ ഒരു വൈരുദ്ധ്യമുണ്ട്. ഉദ്ദേശിച്ചത് കല്യാണം കഴിക്കാതിരിക്കുന്ന കാമുകിനും പ്രഗ്നന്റ് അല്ല, അവർ വിവാഹം കഴിക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ അവരുടെ പ്ലാനിങ്. പക്ഷേ ആ സമയത്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അവർക്ക് വേണ്ട എന്ന നിലയിലാണ്, ഒരു ട്രയൽ മോഡിൽ പോകുന്നു. എനിവേസ് പൂജു, ഇതാണ് സബ്ജക്റ്റ്. താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി. അങ്ങോട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 minutes ആണ്. സോ ടേക്ക് എ ലുക്ക്. ഐ ആം റെഡി. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഓൾ ദി ബെസ്റ്റ്. വായിച്ചോളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പാർക്കിന്റെ താഴെ നായകി ഇരിക്കുന്നതാണ്. നായകി ഇരിക്കുന്ന മുഖത്ത് ഒരു ടെൻഷനും ഒരു ഇതുണ്ട്. ഫോണില് കാമുകനെ വിളിക്കുന്നുണ്ട്, വരുന്നില്ല, താമസിക്കുന്നു കണ്ട് പിന്നെ വിളിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അതിന് കുറച്ചു നേരം ശേഷമായിരിക്കും ആള് കടന്നു വരുമ്പോൾ കാര്യം അന്വേഷിക്കുമ്പോൾ പുള്ളി പറയും ഇതുപോലെ പ്രഗ്നന്റ് ആണ്, 3 മാസം കഴിഞ്ഞു എന്ന് പറയും. ആള് നായകനൊന്ന് ചെറിയ ടെൻഷനോടെ ആശ്ചര്യത്തോടെ അത് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് നമുക്കിതിപ്പോൾ വേണോ, നമുക്കിത് കണ്ടിട്ട് നശിപ്പിച്ച് കളയാം, ഇതിപ്പോൾ നമ്മളുടെ ഇതിൽ സ്റ്റാറ്റസിന് ഇപ്പോൾ അത് എന്തായാലും ചേരില്ല, നമുക്കത് വേണ്ടെന്ന് വെക്കാം. നായക പറയും സമ്മതിക്കില്ല, അതെൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയും. അപ്പോൾ നായകൻ പറയും ഒരു 2 വർഷം സമയം തരികയാണെങ്കിൽ, വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് വിവാഹം ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുകയാണ്. ലാസ്റ്റ് പറയും നീ എനിക്കിത് നശിപ്പിക്കാൻ പറ്റില്ല, നീ എനിക്ക് വാക്ക് തന്നാന്ന് പറയും. ലാസ്റ്റ് നായകൻ എണീന്നിട്ട് ചോദിക്കും ഇതെൻ്റെ തന്നെയാണോ എന്നൊരു കണത്തിലൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ ആകെ നായക പെട്ടെന്നൊരു അടിയൊന്നും കൊടുക്കണ്ട, ആ ഒരു സ്റ്റക്ക് മൂവ്മെന്റ് ഇരിക്കുകയാണ്. പെട്ടെന്ന് ലാസ്റ്റ് ആകെ ടെൻഷനായിട്ട് ഫോൺ എടുത്ത് കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓൾറെഡി ബസ്സാണല്ലോ, അപ്പോൾ നമ്മൾ ആ ഒരു കായലിന്റെ സൈഡിലേക്ക് പോകുന്ന വെച്ച് നമ്മൾ നിർത്തുവാണ്. അപ്പൊ അതൊന്നും എന്താ തീരുമാനിക്കാം, പ്രഷറിന് തീരുമാനിക്കുന്നത്. നമ്മളായിട്ടൊരു നല്ല വാക്കാണ്. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രെയിമിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ക്യാമറയിൽ നിന്നും ആരെയാണ് നമുക്ക് ഫ്രെയിമിലോട്ട് വരാം? ഓക്കെ, കിരൺ ഇപ്പോൾ നമ്മുടെ ചാനലിലുള്ള ഒരു ക്യാമറാമാൻ ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ ക്യാമറ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ബാക്കി കൊള്ളത്തിലൊന്നല്ല. റെഡി. അപ്പൊ ഈ ചേസ് ഒന്ന് മൂവ് ചെയ്യണ്ടേ? ഇനി ഫ്രെയിമില് എന്തൊക്കെ മൂവ് ചെയ്യണം, എന്തൊക്കെ തീരുമാനിക്കേണ്ടത് ഇവിടെ ആരും ഇനി ഒന്നും പറയത്തില്ല. എങ്കിൽ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ സാർ? തുടങ്ങാം, ഞാൻ റെഡി. പിന്നെ ക്യാമറാമാൻ കാണണ്ട, ആദ്യത്തെ സീൻ അത് കാണണ്ട. ആള് നിങ്ങൾക്ക് കംഫർട്ട് ആണല്ലോ. അല്ലെങ്കിൽ പിന്നെ സുഭാഷ് കളിക്ക് എന്ന് പറഞ്ഞ വേറെ ആളുണ്ട്, ആളെ തരാം, കുഴപ്പമില്ലല്ലോ. ആദ്യം ക്യാമറ എവിടെ വെക്കണമെന്ന് പറയൂ. ക്യാമറ ഇവിടെ എന്തെങ്കിലും വെക്കണ്ട, കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. നമ്മള് ബെഞ്ച് പാർക്ക് മാറ്റിയിട്ട് നമ്മൾ ഇതിലോട്ട് മാറ്റി. സാഹചര്യത്തിലേക്ക് നമ്മളിങ്ങനെ ശരി, ഓക്കെ, അഡ്ജസ്റ്റ് ആവുകയാണ്.
അല്ല അതിനകത്തൊന്ന് ഫോക്കസ് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അല്ല അപ്പൊ മറ്റേ പറയാം നായകൻ എപ്പോഴാ വരണ്ടേ? വെയിലത്ത് ഇത് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യണോ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ പറയാം. ഞാൻ സൈഡിലോട്ട് മാറി നിന്നോട്ടെ. അല്ല ഇവിടെ നിന്ന് കറക്റ്റ് ഇതാ ഇത് മരത്തിന്റെ ബാഗിലാണ്. റെഡിയല്ലേ? നായകൻ കുറേ സമയം കൊണ്ട് വെയിറ്റിംഗിലാണ്. ചേട്ടൻ അവിടെ ഇരുന്നോ, എത്രാളപ്പെടും. ഓക്കെ കട്ട് ഇത് മതി. ബാക്കി നമ്മൾ പണിതെടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് എൻട്രൻസ് എടുക്കാൻ വേണ്ടി. ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ച് എടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. എനിക്ക് അവിടെ ചെന്നിട്ട് പിന്നെ എന്നെ ചോദിക്കരുത്, നീ മറ്റേ ഓക്കെ പറയാം ഓക്കെ ആയിരുന്നോ? എല്ലാവരും കൂടി ഓക്കെ ആയിരുന്നോ? കുഴപ്പം ജസ്റ്റ് ഇനി ഇങ്ങോട്ട് ഇയാളെ കാണാതെ ഇങ്ങോട്ടൊന്ന് കാണണ്ടല്ലോ. അല്ല ഇപ്പൊ വരുമ്പോഴത്തേക്ക് മറ്റേ ഗ്ലെയർ വരുന്നുണ്ട്, അത് നോക്ക്, അത് നോക്ക്. ഗ്ലെയറിൽ വെച്ചാൽ അങ്ങനെ ശരിയാവുക. ഞാൻ പുള്ളി പറയട്ടെ. പുള്ളിനെ കാണാത്ത രീതിയിൽ കുറച്ചും കൂടെ അഡ്ജസ്റ്റ്. ആ ലാസ്റ്റ് അതെ. ആ പുള്ളി വരാതെ ആ ഒരു സെയിം സാധനം തന്നെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഫുൾ എൻട്രൻസ് കാണിച്ചു. അല്ല ഇപ്പോഴും ഇങ്ങനെ അല്പം കൂടെ ഇങ്ങനെ പാൻ ചെയ്ത് കഴിഞ്ഞാൽ റിച്ചാർഡ് പുള്ളിയുമായിട്ട് ഒത്തിരി ഇന്റർഫിയർ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യൂ. പുള്ളിയുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ നിങ്ങൾക്കല്ലേ ഞാൻ സ്പേസ് വിട്ട് വന്നിരിക്കുന്നത്. അത് ഈ പറഞ്ഞ മാതിരി പുള്ളി ലെൻസ് റിച്ചാർഡ് പറയുന്നത് കേട്ടാ മതി. അല്ല എനിക്ക് അവിടെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമല്ലോ നിങ്ങൾ എന്താ ഇങ്ങനെ വർക്ക് ചെയ്യുക. ചോദിക്കാം അങ്ങനെ ചോദിക്കാം. റോളിംഗ് ആണ്. ആക്ഷൻ പറഞ്ഞോളൂ. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല? സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതില് ഏതാണ് മനസ്സിലാവാത്തത്? റോളിംഗ് ആക്ഷൻ. ജസ്റ്റ് പാനിങ് ആണ്. അല്ല പാൻ ചെയ്ത് വരുവാണോ? നടത്തുന്നു. അല്ല ഇങ്ങനെ പാൻ ചെയ്ത് വരുവാണോ? ഞാൻ എൻട്രിലോട്ട് കയറി. വേറെ എൻട്രിയിൽ നമ്മൾ ഇങ്ങോട്ട് കയറുക. അല്ല ക്യാമറ പക്ഷേ ഫ്രെയിം അങ്ങോട്ടല്ല. അല്ല അവിടെ അല്ല ആദ്യം പറഞ്ഞില്ലല്ലോ പ്ലാനിങ് ആണ്. ആദ്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പുള്ളി ചോദിച്ചില്ലേ പ്ലാനിങ് ആണോ? അല്ല ഇതിപ്പോ ഇതുപോലെ ഒന്നുകൂടി എന്താ സാർ ആദ്യം കിരൺ വന്നു, ഒരു സെക്കൻഡ് ഒന്ന് വന്നേ. എന്റെ അമ്മോ പ്ലാനിങ് ഉണ്ടോ ആദ്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് ക്യാമറ വിളിക്കുക, എന്നെ തന്നെ ഇതിന് തല വയ്ക്കുന്നതിന്. നമ്മളൊരു ഷോയാണ്. അതിനകത്ത് അയാള് പിന്നെ നമ്മുടെ പിന്നെ കളിക്കുകയും വന്നോ മറ്റേ രഞ്ജു വന്നോ പിന്നെ ഹിരണന്നൊന്നും വ്യത്യാസമല്ല. ഇത് ആർക്കാണോ കൊടുക്കുന്നത് ആള് ചെയ്യുക. അടുത്ത സംഭവം അവർ ചെയ്യും. അല്ല നിങ്ങൾക്ക് പറയാവുന്ന സംഗതി നിങ്ങൾ ചെയ്യണം. അതിനകത്ത് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് പണിയുണ്ട്. ഔട്ട്ഡോർ ഷൂട്ട് കൊടുത്ത് നിങ്ങൾ പിന്നെ ലിസ്റ്റിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലോറിൽ വേറെ പണിയുണ്ടെന്ന് എന്തിനാ പറയണേ? ഞാൻ പറയാതെ എന്നെ ഇടയിൽ ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഒരുപാട് പണിയുണ്ട്. പിള്ളേരുടെ കളിക്ക് എന്നെ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലെൻസിന്റെ റേഞ്ച് പോലും പുള്ളി പറഞ്ഞില്ല. അല്ല അന്ന് പിന്നെ ക്യാമറമാൻ എന്ന് പറയുമ്പോൾ അറിയാൻ പാടില്ല ഇതൊക്കെ. അല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞ ഷോട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലെൻസ് പറയുക. റോളിംഗ് ആണ് ആക്ഷൻ. ഇല്ല പറയാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 70 മറ്റേ A7 ചെയ്യണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സംസാരിച്ച് നിൽക്കേണ്ട സമയമല്ലേ, സാധനം പോട്ടെ, ടൈം പോകുന്നു. ഞാൻ പ്ലാൻ ചെയ്യണം പുള്ളി. ഇയാൾ കാണിക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളി വരുമ്പോൾ അതൊന്ന് കാണിക്കും. രണ്ടുപേരും റോളിംഗ് ആക്ഷൻ. ക്ലിയർ ഭയങ്കര ക്ലിയർ ആയിരുന്നു സാർ. ക്ലിയർ അതൊന്ന് പ്ലേ ചെയ്ത് വന്നതോ? ഓക്കെ അല്ലേ? പ്ലേ ചെയ്യണോ? പ്ലേ ചെയ്ത് വെറുതെ അവിടെ ക്ലിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലേ ചെയ്താൽ അറിയാൻ പറ്റുള്ളല്ലോ. റോളിംഗ് ആയാലും 70 ആ ഒരു സെറ്റപ്പിൽ ഇവിടെ ആയിരുന്നു ക്ലിക്ക്. സമയം പോണ് കിരണേ, വേഗം ആകട്ടെ സാർ. രണ്ടാമത്തെ കിരൺ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അല്ല ഇവര് ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് നമ്മളുടെ പ്രോബ്ലം അല്ല. ഫസ്റ്റ് ടൈം ലാലേട്ടനും കിരണ് കൊടുത്തിരിക്കുന്ന സംഗതി എന്താണെന്ന് ചെയ്യുക. അതിനകത്ത് ഒരു അഡ്ജസ്റ്റ് ആവുക, ഒരു ഡയറക്ടറോട് സഹകരിക്കുക. ചെയ്യാവുന്ന നിസ്സാര ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അറിയാൻ പാടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്ര നേരം വിളിക്കാൻ തുടങ്ങിയിട്ട്. കട്ട് ഓക്കെ, ഇതൊരു ഓക്കെ ആണല്ലോ. പ്ലേ അല്ല അങ്ങനെ എല്ലാം പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അല്ല ക്യാമറ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന പോലെ അല്ല പ്ലേ ചെയ്യും. അത് പറഞ്ഞ ആൾ പറഞ്ഞത് കറക്റ്റാ. നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം, തീർച്ചയായും നോക്കണം. പക്ഷെ അത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടൈമിൽ ആവരുത്. നമുക്കിത് പ്ലേയിൽ തന്നെ നമുക്കൊരു മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവണം. ഇത് ഓക്കെ ആണ്. നെക്സ്റ്റ് ഇടയ്ക്കൊരു പോച്ചിലുണ്ടേ, അത് നോക്കണം. ക്യാമറയ്ക്കോ?
അല്ല ഫ്രെയിമിന് ചേട്ടൻ കുറച്ചേരം റെസ്റ്റ് എടുക്കുക. ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കുക. പ്ലേ നോക്കിയാൽ പിന്നെ അല്ല പുകയും പറയാം, നമ്മൾ പഴയ 800 കാറല്ലല്ലോ ഓക്കെ അല്ലേ? ഓക്കെ ആക്ഷൻ. You know what? I'm pregnant for 3 months. What? സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? ഓക്കെ കട്ട്. ഇത് മതിയോ ഏതാണ്? അല്ല ഇതിപ്പോ ജോയുടെ എക്സ്പ്രഷൻ പോരെന്നാണോ? അല്ല അത് ഓക്കെ എടുക്കാം. ആദ്യത്തെ പ്രാവശ്യത്തെ പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും pregnant പറയുന്നുണ്ടോ? അതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചതല്ലേ. അത് അത്രയും വേണം. അതെന്തുവാണ് അതൊക്കെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അത് നമുക്ക് ആദ്യം എടുത്തായിരുന്നല്ലോ ക്ലോസ് ടെസ്റ്റ് നടത്തുമ്പോഴേ ഇപ്പോൾ DSLR വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റേഞ്ചും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ മറ്റേ 70 നിങ്ങൾക്ക് അറിയാമല്ലോ, 70 നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്ത ഏത് ലെൻസ്? 70 നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, ക്യാമറമാൻ ഉള്ളപ്പോൾ പിന്നെ ആരെയാണ് വല്ല ക്യാമറമാൻ ഉണ്ടോ? ആരെയാണ് വല്ല സിനിമാറ്റോഗ്രാഫർ ഉണ്ടോ? അല്ല, കിരൺ നല്ല ക്യാമറമാനാണ്, ഫിലിം ചെയ്തിട്ടുള്ള I ആളാണ്. doubt. പുള്ളി വന്നിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല. Yeah, I doubt. അല്ല അത് അങ്ങനെ പറയുന്നത്. അല്ല അന്ന് ഞാൻ പറയാം. ഓക്കെ, ഡയലോഗ് പറയാൻ തുടങ്ങണമല്ലോ. ബാക്കി കിടങ്ങനെ അലക്കാതെ പ്ലീസ്. പുള്ളി സംസാരിച്ചോണ്ടിരിക്കല്ലോ. അത് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കേട്ടോ. ആ ഗ്ലാസ് കയ്യിലല്ലേ Any distractions പാടില്ല എന്ന് പറയും. Because it's like distracting us. ഇതിപ്പോ ഒരു കാര്യം മനസ്സിലാക്കിച്ചോ, ആള് ഡയറക്ടറാണ്. ആൾക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ പ്രോഗ്രാമിന് പോയാണോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ നോക്കണ്ട. മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക, പ്രഗ്നന്റ് ആയവരെ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുക. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമ്മള് ക്യാമറമാൻ അല്ലേ, അത് കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യും. ആ പറഞ്ഞ് നമുക്ക് ഡയലോഗ് ഒന്നുകൂടി നമുക്ക് അങ്ങനെ പറയണ്ട, ഞാൻ ക്യാമറമാൻ തന്നെ. പുതിയതായിട്ട് വന്ന ആളല്ലേ, പറഞ്ഞാൽ മതി. ജോലിയാണ് ചേട്ടാ. അത് നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ബേസിൽ ജോസഫിനൊക്കെ വെറും 18 വയസ്സേ ഉള്ളൂ. ചാനലിൽ സീനിയർ ആയിട്ടുള്ള ഞാൻ വന്നപ്പോൾ അതിൻ്റെ അടുത്ത് അങ്ങനെ ചേട്ടാ ഇപ്പൊ വേറെ വല്ലവരാണെങ്കിൽ ചേട്ടൻ അറിയാലോ എത്ര കേൾക്കും. ഒന്നുകൂടി ചെയ്യാം. ഓക്കെ ആക്ഷൻ. You know what, Puchu? നമുക്കിത് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സ് അല്ല, നമ്മള് ആദ്യം പറഞ്ഞിരുന്നില്ലേ, നമുക്കിത് ഒഴിവാക്കിയെന്ന് പറയുകയാണ്. ശരിയായ അബോർഷൻ ഡിവോഴ്സ് അബോർഷൻ കേട്ടാ. ഓക്കെ എന്താ സാർ? ഓക്കെ ഒന്നുകൂടി ചെയ്യാം. അല്ല അങ്ങനെ വെച്ചാൽ ഈ വരും പിന്നെ അബോർഷൻ എന്നൊക്കെ ചുമ്മാ പടപട എന്ന് പറയുമ്പോൾ ഒരു വികാരം പറ്റും. നോക്കാം, ചെയ്യും. ഒന്നുകൂടി ചെയ്യാം. ഞാൻ ക്യാമറമാൻ ഗ്രേഡ് 2 ചാനലിൽ. അവിടെ എല്ലാവരും പോലെ തന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിക്കാറ്. നിങ്ങൾ ചെയ്യുന്നത് ഞാൻ സാറെന്ന് വിളിക്കണം. ഓക്കെ സാറേ നിങ്ങൾ കാണിച്ചു 4 ഹാൻഡി ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യും. ഓക്കെ ആക്ഷൻ. റോളിംഗ്. ഇത് എന്റെ കുട്ടി തന്നെയാണോ ചോദിക്കാം. ചായ ഒക്കെ പിന്നെ കുടിക്കാം. ഫിനിഷ് കേട്ടാ, ചായം കടി വന്നിട്ടില്ലെന്നാ പറയണേ. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ഫോക്കസ് ഔട്ടല്ലേ? ആക്ഷൻ. You know what, Puju? സമയമില്ല, വെറുതെ ആലോചിച്ചിരിക്കും. വ്യക്തമായി പറഞ്ഞു കൊടുത്തല്ലേ. ഞാൻ പറയാം. കറക്റ്റാണ്. സീനിലോട്ട് ഞങ്ങൾ കയറിയാണ്. ഇങ്ങനെ ഡിലേ വെച്ചിട്ട് കയറാൻ പറ്റില്ല. ടേപ്പ് നമുക്കിത് ഞാൻ പറയാം. കട്ട് ചെയ്യാൻ ആര് പറഞ്ഞു? ഒന്നുകൂടി നമുക്ക് ഒന്നുകൂടി ചെയ്യാം കേട്ടോ. ഡയലോഗ് എന്റെ മൂഡ് പോയിട്ടുണ്ട്. ശരി, റെഡി. I want him to be out, please. Please be out. Please. പ്രോഗ്രാമിന് ഡയറക്ടർ പുറത്തു പോകാൻ പറഞ്ഞാൽ പറഞ്ഞ മറ്റേ ഡയലോഗ് തന്നെ കേട്ടാ. ക്ലാസ് ഒരു ഇത് എന്റെ തന്നെയാണോ? അവിടെ പോയി കാണിക്കണം, നാണക്കേടല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്യും. ബോധനകൾ കാണിക്കുന്നുണ്ട് ആൾക്കാർ. നിങ്ങൾ അത് ബോധനയുണ്ട്. ഓക്കെ റോളിംഗ്. ആക്ഷൻ. ആക്ഷൻ. 2 years later. ഈ ആക്ഷൻ പറഞ്ഞില്ലേ, ചെയ്യ്. സമയം പോണ്.
അല്ല അവർ ചെയ്തേക്കും, അവർ ടൈം എടുത്ത് ചെയ്തേക്കും. ടൈം കൊടുത്തേക്കണോ? ആ ശരി, എന്നാ 2 years ആക്ഷൻ. Listen, Puju. Oh, you have to wait 2 more years. Seriously. 2 വർഷം താങ്കൾ വെയിറ്റ് ചെയ്യാൻ നാണല്ലോ പറയാനായിട്ട്. I should wait with the kid. ഓക്കെ കട്ട്. ഇത്രയും ശരിയൊന്നും വേണ്ട. ശരിയൊന്നും വേണ്ട, അതെ, അത്രയും ശരിയൊന്നും വേണ്ട. വളരെ അല്ല, എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം? വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനെന്താ പറഞ്ഞത്? അല്ല, അതല്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മൂഡ് മൊത്തം ശരിയാകത്തില്ല. അല്ല, അത്ര വലിയ ശരിയൊന്നും. അങ്ങനെയാണെന്ന് ഈ ചേട്ടനെ വിളിച്ച് പുറത്താക്കിയിട്ട് നമ്മൾ ചെയ്യാം. പുള്ളി എവിടെ നിൽക്കും? അല്ല, പ്ലീസ് എനിക്ക് പറ്റത്തില്ല. പറ്റത്തില്ല. എനിക്ക് പുള്ളിയെ മാറ്റണം, അല്ല ഞാൻ അവിടെ നിന്ന് പോവാം. അല്ല, ഞാനും പോകണം എന്നാണ് പുള്ളി പറയണത്. പുള്ളിയുടെ റോൾ എന്താണ്, എന്റെ ഈ പോസ്റ്റിംഗ് എന്താണെന്ന് പറയാൻ മതി. പുള്ളി പോസ്റ്റിംഗ് താൻ പോസ്റ്റ് ആയിട്ട് നിൽക്കണം. താനെന്നൊന്നും പറയരുത്. ഡയറക്ടർ നിങ്ങളാരാ അറിയത്തില്ല കേട്ടോ. ഇയാളാരാ? അവരെന്റെ ഫ്രണ്ടാ. ഞാൻ അയാളുടെ കൂട്ടത്തിൽ വന്നത്, പക്ഷേ ചേട്ടൻ ഇപ്പൊ റോങ് പരിപാടി കാണിക്കുന്നത്. എന്തോ കാണിക്കുന്നത്? നിങ്ങൾ എപ്പോഴാ ഇവിടെ വന്നേ? എപ്പോ ഇവിടെ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഷോ തുടങ്ങിയ സമയത്ത് വന്നായിരുന്നോ? ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം. ഞങ്ങൾ 4 പേരോട് നിന്നിട്ട് പറയാം. റെഡിയാണല്ലോ? ഇത് കൗമുദിറ്റിയാണ് ഓ മൈ ഗോഡ് എന്നുള്ള പരിപാടിയാ. ഞങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുക, പറ്റിക്കപ്പെട്ടിരിക്കുക. അല്ല, പക്ഷെ കലക്കൻ ഡയറക്ടർ സംവിധായകൻ സൂപ്പർ അടിപൊളി. അപ്പോൾ ഓ മൈ ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ വി ഹാവ് എ വെരി ടാലന്റഡ് സ്ക്രിപ്റ്റ് റൈറ്റർ കം ഡയറക്ടർ ദി ഹാൻസം റിച്ചാർഡ്. അപ്പോൾ ഇരിക്കട്ടെ, എനിക്ക് അടുത്ത ഭാവിയിലെ ഡയറക്ടറാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെടുത്ത് ഇതിനു മുമ്പ് ഒരു എപ്പിസോഡ് ആൾ വന്നു. വളരെ രസകരമായ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഥ പറഞ്ഞു തരുന്നതിന് സംവിധായകനായ വന്ന ഒരാളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണും. വളരെ ജെനുവിൻ ആയിട്ടൊരു സംവിധായകൻ. തൻ്റെ ജോലിയിൽ ഏത് ചാനലിലെ ആൾക്കാർ ഇടപെട്ടാലും ഒരു പ്രശ്നമില്ലാതെ അത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. one best thing I liked about Richard is that നമ്മൾ കുറേ പറഞ്ഞു നമുക്ക് ക്യാമറമാനെ മാറ്റാം, പക്ഷേ he stuck to his commitment and said ഇല്ലേ നമുക്ക് ഇദ്ദേഹത്തിനെ വെച്ച് തന്നെ എടുപ്പിക്കാം. And that is a very good quality of a director. ഒരു സാധനം അങ്ങോട്ടേ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യാവോ? അതെ, എന്തായാലും വളരെ മനോഹരമായിട്ട് ഇത്ര സമയം കൊണ്ട് വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് നമ്മൾ പൊട്ടത്തര കഥ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ബ്രില്യൻ്റ് ആയിട്ടൊരു സ്ക്രിപ്റ്റ് ചെയ്തു. നമ്മൾ മനഃപൂർവ്വം കുറച്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് സർപ്രൈസ് ചെയ്യാൻ വന്ന മച്ച ഫ്രണ്ടാണ്. അതെ, മച്ച ഫ്രണ്ട് അവിടെ നിന്ന് സഹിക്കുന്നുണ്ടായിരുന്നു. ചിരിയൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് കാണുന്നുണ്ട്. അത് ജെൻസൺ ആണ് സർപ്രൈസ് ചെയ്യാൻ വന്നത്. ബ്രോ, ദേഷ്യമൊന്നുമില്ലല്ലോ ഞങ്ങളോട്? ഒരു ഫൺ കലക്കൻ ഷോ. എന്തായാലും നിങ്ങൾ ഡയറക്ടർ ആവുന്നേ? ഞങ്ങൾ അത് അറിയാം. ഹി ഡിഡ് 3 ഷോർട്ട് ഫിലിംസ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇത് സ്റ്റാർട്ടഡ് ഓൾറെഡി 3 ഷോർട്ട് ഫിലിംസ് കഴിഞ്ഞു. ഇനിയും ഹിസ് ഗോട്ട് മെനി കമ്മിറ്റഡ് ഇൻ ഹിസ് കിറ്റി. ഞങ്ങൾക്ക് വേണ്ടി അടുത്തിറങ്ങാൻ പോകുന്ന യൂട്യൂബിൽ എല്ലാവരും കാണുക. പിന്നെ നമ്മളെ ജെൻസൺ എങ്ങനെയുണ്ട് അത് പ്ലാൻ? ജെൻസൺ എങ്ങനെ അറിയാം? എന്തായിരുന്നു പ്ലാൻ? എങ്ങനെയുണ്ട്? പറ്റിക്കപ്പെടുമെന്ന് അറിയാം. ഫ്രണ്ടാണ് വിളിച്ച് പറഞ്ഞത്, അപ്പോസ് എന്നാണ് ആളുടെ പേര്. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു, പറ്റിക്കാൻ ആണെന്ന് ആദ്യം പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, പറ്റിയാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഓർത്തപ്പോ ഈ മാസം ബർത്ത്ഡേ വരുന്ന റിച്ചാർഡിന്റെ ആണ്. റിച്ചാർഡ് ബർത്ത്ഡേ ആണോ? അടുത്ത ദിവസം ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ആൾക്കൊരു സർപ്രൈസ്. ഇപ്പൊ ഞങ്ങള് ഒരു 7-8 പേരുണ്ട്, ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യണത്. ഓരോരുത്തരുടെ ബർത്ത്ഡേ ഞങ്ങള് പല രീതിയിലും സർപ്രൈസ് ചെയ്യുന്നത്. പൊളിച്ചു. അപ്പൊ ഇതെന്തായാലും കറക്റ്റ് ടൈമിലായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും അറിയിച്ചേക്കണേ. അപ്പൊ ബർത്ത്ഡേ അടിച്ചു പൊളിക്കട്ടെ. അപ്പൊ റിച്ചാർഡ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ അടി കൊടുക്കണം തുടങ്ങി എപ്പോഴെങ്കിലും മനസ്സിൽ? സത്യം പറ. ലാസ്റ്റ് പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുള്ള തിരിച്ചെന്തായാലും കിട്ടുമല്ലോ. താങ്ക് യു റിച്ചാർഡ്. ഇനിയും ഞങ്ങളെ കാണുമ്പോൾ നമുക്ക് വർക്കിൽ ഒരുമിച്ച് വരട്ടെ, ഞങ്ങളും വർക്കിൽ പങ്കെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞല്ലോ, വർക്ക് സമയത്ത് നമ്മളൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, അത് പാർട്ട് ഓഫ് ദി ഗെയിം. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞുപോയി. നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എപ്പിസോഡിന്റെ സമയത്ത് കണ്ടിട്ടുണ്ടാവും. മിടുമിടുക്കനായ ചൊറിയൻ ക്യാമറമാനാണ്. അപ്പൊ അടുത്ത എപ്പിസോഡ് ഞങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പുള്ളിക്ക് വേണ്ടി എല്ലാവർക്കും ചെയ്തിട്ട് ബൈ. ഇറ്റ്സ് ടൈം ഫോർ us to wind up. പുതിയ പറ്റിക്കൽസുമായിട്ട് അടുത്ത ആഴ്ച.